കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു തീർക്കാനാണ് വി.ഡി. സതീശന്റെ തീരുമാനം. ആദ്യം തന്നെ ഒരു പ്രധാന ഉത്തരവും അതുപോലെ തന്നെ നമ്മുടെ മുൻ CM ആയിട്ടുള്ള പിണറായി വിജയൻ സാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ കാണുകയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പിണറായി വിജയൻ സാറിനെയും വി.ഡി. സതീശൻ സാറിനെയും ഒരൊറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലേക്ക് ചെന്ന വി.ഡി. സതീശനെ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന വീടിനകത്തേക്ക് വിളിച്ചു. അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു. ഇനി മുഖ്യമന്ത്രിയായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും അത്തരത്തിലുള്ള പല കാര്യങ്ങളെ പറ്റിയും അതുപോലെ ഈ പറയുന്ന ശരീരം ശ്രദ്ധിക്കണം, ഭക്ഷണം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ഭയങ്കര ഈ സൗഹൃദമായിട്ടുള്ള പല സംസാരങ്ങളും ഈ പറയുന്ന പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാണുമ്പോൾ, അതായത് ഈ പറയുന്ന രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇരുവരും യാതൊരു പ്രശ്നങ്ങളും ഉള്ളിൽ വെക്കുന്നില്ല എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആ ഒരു സംസാരം കാണുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നീട് അതിലൂടെ തന്നെ ഏറ്റവും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. അതായത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ പറയുന്ന സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്തിരുന്ന മീറ്റിംഗിൽ ആദ്യത്തെ തന്റെ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കിട്ടുന്ന സുരക്ഷകളൊന്നും തനിക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ഉന്നത പോലീസ് ഓഫീസേഴ്സിനെ ഈ പറയുന്ന വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ പോലീസുകാരുടെ ചില അഭിപ്രായങ്ങളും അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങേക്ക് പല സ്ഥലങ്ങളിലും പോവേണ്ടി വരും, പല വ്യക്തികളെയും കാണേണ്ടി വരും, അതുകൊണ്ട് തന്നെ എസ്കോർട്ട് ഇല്ലാതെ പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ പൈലറ്റും എസ്കോർട്ടും മാത്രമേ ഇനി ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടാവുള്ളൂ. ഇതിനു മുമ്പത്തെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന പിണറായി വിജയൻ സാറിന്റെ ഈ പറയുന്ന വാഹന വ്യൂഹം നമുക്കറിയാം. ഈ പറയുന്ന വാഹനം വരുന്ന സമയത്ത് ഇരു സൈഡുകളിൽ നിന്നും റോഡൊക്കെ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ഏകദേശം 10ഓളം വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെയുള്ള 10ഓളം വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വാഹന വ്യൂഹങ്ങളൊന്നും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല. ഏകദേശം 2-3 വാഹനങ്ങൾ മാക്സിമം ഈ പറയുന്ന എസ്കോർട്ടും ഒരു പൈലറ്റും മാത്രമായിരിക്കും ഈ പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാഹന വ്യൂഹത്തിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വാഹനം പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനമാണെങ്കിലും ജനങ്ങൾക്ക് ഈ ഒരു സമയത്ത് ജോലിക്ക് പോകുന്നവരുണ്ട്, സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അത്തരത്തിൽ പോകുന്നവരുടെ യാത്രയ്ക്കും യാതൊരു ഇല്ലാത്ത രീതിയിൽ, അതായത് വാഹനം പോകുന്ന സമയത്ത് റോഡുകൾ ബ്ലോക്ക് ചെയ്യാതെ CMന്റെ വാഹനം പോകണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു നിയമം ആദ്യം തന്നെ പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഒരു നിയമം വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ പോകുമ്പോൾ ഇരു സൈഡുകളിൽ നിന്നും ഈ പറയുന്ന റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന ജോലിക്ക് പോകുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്കൂൾ വാഹനങ്ങൾ വരെയും ബ്ലോക്കിൽ പെട്ടവിടെ നിൽക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ പറയുന്ന സ്വന്തം കേരളമല്ലേ, നമ്മുടെ ജനങ്ങളാണ് വിജയിപ്പിച്ചത്, നമ്മുടെ ജനങ്ങൾ ഈ ഒരു മുഖ്യമന്ത്രി എന്ത് ചെയ്യാനാ? അപ്പോൾ അധികം വാഹനങ്ങളുടെ സുരക്ഷയൊന്നും വേണ്ടാതെ ഈ പറയുന്ന റോഡുകൾ ബ്ലോക്ക് ചെയ്യാതെ എല്ലാവർക്കും സമാധാനമായിട്ട് റോഡുകളിലൂടെ പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു പൈലറ്റും ഒരു എസ്കോർട്ടും മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു വാഹന വ്യൂഹമായിരിക്കണം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റേതെന്ന് ആദ്യത്തെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു തീരുമാനം. ഈ പറയുന്ന ഈ ഒരു ഭരണം, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒത്തിരി നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് ഈ ഒരു മുഖ്യമന്ത്രിയെ പറ്റി ജനങ്ങളിലേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ ജനങ്ങൾക്ക് കൂടി വേണ്ടി എടുക്കാനായിട്ട് ഇനി മുഖ്യമന്ത്രി വി.ഡി. സതീശന് സാധിക്കട്ടെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്